ഇപ്പൊ മഞ്ചേച്ചിയൊക്കെ ആണെങ്കിലും തിരിച്ചു വന്ന് അഭിനയിച്ചു തുടങ്ങി, ഹിറ്റ് സിനിമകൾ തരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് സിനിമ അഭിനയിക്കാനൊക്കെ. സമയത്തൊക്കെ പണ്ട് അങ്ങനെ വലിയൊരു ആഗ്രഹങ്ങളൊന്നുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എന്തോ യോഗം കൊണ്ട് അത് സിനിമ നടിയായ അല്ലാതെ ആഗ്രഹിച്ചു വന്നതല്ല, ആഗ്രഹിച്ചു വന്ന ആളേ അല്ല, യോഗം കൊണ്ട് സിനിമ അഭിനയിച്ച കുട്ടിയാ. അതുകൊണ്ട് ഇപ്പോഴും ഇതന്നെ പോകുന്നോണ്ട് ഹാപ്പി ആയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ആളുടെ ഒരു ശരിക്കും ഇഷ്ടം എന്താണ് അങ്ങനെ പറയാൻ പറ്റും? അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളോ ഭയങ്കര മോഹങ്ങളോ ഒന്നുമുള്ള കുട്ടിയല്ല. ഉള്ളതിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരു യോഗ ഒരിക്കലും ഒരു സങ്കടം പറയലോ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല ഞാൻ. പുള്ളിക്കാരി കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളെങ്കിലും ആ സിനിമകളൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ബീച്ചേടനുമായിട്ടുള്ള ഒരു പ്രണയത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഞെട്ടിപ്പോയി. കാരണം പണ്ടൊക്കെ എന്നോട് എപ്പോഴും പറയും ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താത്താത്തയോടായിരിക്കും ആദ്യം പറയാന്ന് പറയായിരുന്നു. പക്ഷേ ഇതെന്നോട് പറഞ്ഞില്ല. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞ സംയുക്തയും ബിജുമേനും തമ്മിൽ ഇഷ്ടമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ചുമ്മാ മിണ്ടായിരിക്കാൻ ആവശ്യം ഗോസിപ്പ് പറക്കരുത്, അവരങ്ങനെയൊന്നും അല്ല ചോദിച്ചപ്പോൾ പിന്നീട് അറിഞ്ഞു അവരിഷ്ടമാണ്. അല്ല ആരെ ശരിക്കും പിന്നീട് ഈ സംയുക്തേച്ച് പിന്നെ സംസാരിച്ചു പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ മനസ്സിലെന്തായിരുന്നു അപ്പൊ? പറഞ്ഞപ്പോ പിന്നെ കേട്ടോണ്ടിരുന്നു. ഇല്ല ഒരിക്കലും ഒരു നോ എന്ന ഒരു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ബിജുവിനെ. ബിജു നല്ല പയ്യനല്ലേ, എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. വീട്ടില് വലിയ വിരോധങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെ ഇഷ്ടം തന്നെ. വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പറയാൻ പറഞ്ഞ എന്തായിരിക്കും? ബിജുവിന്റെ ഇപ്പൊ എനിക്ക് ഈ അവസാനം കണ്ട എന്താ ഗരുഡനല്ലേ, അത് പെരുന്തോ ഗരുഡൻ ഭയങ്കര ഉണ്ട്. നമ്മള് വളരെ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരാൾ അവസാനം അങ്ങോട്ട് മാറുന്ന മാറ്റം ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ ബിജുവിന്റെ അടുത്ത് ഇത്ര ഒരു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുഖഭാവം മാറണതേ, ക്യാരക്ടർ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് വേറൊരാളായി മാറുകയാണ്. ഭയങ്കരമായിട്ടത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ വേറൊരു റിയൽ ലൈഫില് വിജയേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്തായിരിക്കും? ബിജു ആരെയും മുഷിപ്പിക്കില്ല എന്നുള്ളത്. ഭയങ്കര എന്താ പറയാ, ഒരാളെ മുഷിപ്പിക്കില്ല, എല്ലാവരോടും സ്നേഹമായിട്ടും. എന്ത് ചോദിച്ചാൽ നോ ഇല്ല. ഒരു കഥ പറഞ്ഞാൽ പോലും നോക്കാം നമുക്ക് ചെയ്യാം ഇങ്ങനെ അല്ലാണ്ട് പറ്റുകയില്ല. ചിലപ്പോ പുള്ളിക്ക് തിരക്കായിരിക്കും എന്നാലും നോ പറയില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര കഴിവല്ലേ. തീർച്ചയായിട്ടും. സംയുക്ത ചേച്ചിയുടേതോ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ പറയാൻ പറഞ്ഞു? സംയുക്തയുടെ നന്മ അല്ലാണ്ടെന്താ. അവരുടെ മകനെ പറ്റി സംസാരിച്ചാൽ അവനെ അധികം കാണുന്നില്ലല്ലോ, നിങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഉടനെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടും കൂടി ആയിരിക്കും തോന്നുന്നു. അതിനെ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അധികം വിളിക്കുക. അല്ല അവര് ബാംഗ്ലൂരാ മോൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തന്നെ പഠിക്കുന്നു. ഓ ശരി. അപ്പൊ സിനിമയിലേക്ക് വരാൻ അങ്ങനെ അറിയില്ല, സിനിമ ഡയറക്ഷൻ ആയിരിക്കാം, ചിലപ്പോ ക്യാമറയുടെ സൈഡാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉദ്ദേശിക്കുന്നത് ഇതാണ് പഠിക്കുന്നത്. ഓക്കെ. സംയുക്തേച്ചി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഉത്തരേച്ചി തന്നെയാണ്, മകള് എന്നുള്ളത്. ആൾക്ക് ഭയങ്കരമായിട്ട് ടാലന്റഡ് ആണ്, പ്രൗഡ് അമ്മ എന്ന് തന്നെ പറയാം അല്ലേ? ആളുടെ ഏറ്റവും ഇപ്പൊ റൈറ്റ് ചെയ്ത് തുടങ്ങി അല്ലേ? എഴുത്തുണ്ട്, അതേ പറഞ്ഞ പോലെ കുട്ടിക്കാലം തൊട്ട് കഥ പറഞ്ഞു കൊടുത്തും ഒക്കെ. കുട്ടിക്കാലത്ത് ഈ കുട്ടി എഴുതുന്ന ഡയറികൾ വായിക്കാൻ നല്ല രസം. സ്കൂളിൽ പഠിക്കുമ്പോ 8ലും 10ലും ഒക്കെ പഠിക്കുമ്പോഴത്തെ ഡയറികളുണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല രസം വായിക്കാൻ. നല്ല കഥ പറയുന്ന പോലെ എഴുതി വെച്ചു. അങ്ങനെ ആയിരിക്കാം എഴുത്ത് വന്നത്. ഭക്ഷണത്തോടും ഇച്ചിരി പ്രിയം ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. പ്രിയമുണ്ട്, ഭയങ്കര കൺട്രോൾ ആവശ്യം. തടി കൂടാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഐസ്ക്രീം കഴിച്ചാലും ഉത്തരം കഴിക്കാതെ അവിടെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ കണ്ടു. ഡെലിവറിക്ക് ശേഷമുള്ള ഒരു മേക്ക് ഓവർ വീഡിയോ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് എപ്പോഴും പറഞ്ഞു. ഇത്ര ചെയ്യണ്ട, അത് കുറഞ്ഞു പറയാറില്ല, കാരണം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുമല്ലോ. നമ്മള് പറയാൻ നല്ല വിവരമുണ്ട്, വായിച്ചിട്ട് കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ, ജനറൽ നോളജ്. അപ്പൊ ഏത് നല്ലത് ഏത് ചീത്താന്ന് അറിയേണ്ട പ്രായമായല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല, അവനവന്റെ ഇഷ്ടം. പക്ഷെ നന്നായി ഇരിക്കുന്നു. ഇപ്പൊ ഡയറ്റൊക്കെ വളരെ നന്നായിട്ടാ ചെയ്യുന്നത്. അല്ല പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റ് അല്ല, വേണ്ടത് പ്രോട്ടീൻ കഴിച്ചിട്ട് തന്നെയുള്ള ഡയറ്റാ ചെയ്യുന്നത്. ഡാൻസ് ക്ലാസ്സും ഒക്കെ ആയിട്ട് നല്ല എക്സസൈസ് ആണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. എന്ത് ചെയ്താലും ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം
അടുത്തത് വരാൻ പോണ ഞാൻ എടുത്തു കഴിഞ്ഞു. സംസാരിച്ചിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അടുത്ത മാസം റിലീസ് ആവും അതെ, തോന്നുന്നു. അഭിനയത്തിലേക്ക് കൂടുതലും പിന്നെ കണ്ടില്ല. അതിന് കുറച്ച് ഇങ്ങനെ ഒരു വശത്തിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് തിരിഞ്ഞത്. ആളും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ പഠിച്ചത്. അതെ അതെ. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂല് ചിലപ്പം ഡയറക്ഷനോടായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ആള് വരാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചില്ല. പിന്നെ ആള് നൃത്തത്തിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി. അതെ അതെ. അതിന്റെ ഇടയിൽ കുറച്ച് ചെയ്തല്ലോ, 3-4 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഒരു 2 കൊല്ലം കൂടുമ്പോൾ വരണം. അങ്ങനെ പിന്നെ വീണ്ടും ഡാൻസിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് വരും, പിന്നെ അങ്ങനെ പോകും. രണ്ടും കൂടെ കൊണ്ട് നടക്കണം. നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു കണ്ടന്റിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെർമിഷനോടുകൂടി സംസാരിക്കുകയാണ്. ദിലീപ് വിഷയത്തിൽ ഏറ്റവും ബോൾഡായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ചേച്ചി. ആ നിലപാട് ഇപ്പോഴും അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നോ? ഞാനൊരു സത്യം പറയാം, ഞാൻ പറയുന്ന കാര്യം കേട്ടോ, മാധ്യമങ്ങൾ പറയുന്നതല്ല. അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ദിലീപിനെ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ദിലീപിനെ നമ്മൾ ഈ വർഷം തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെല്ലാരും കൂടെ തീരുമാനിക്കണം എന്താണ് തിരിച്ചെടുക്കുന്നത്. ഇത്രയാണ് ചോദിച്ചത്. അതിനാണ് പിറ്റേ ദിവസം സകലത്തിലും വന്നു. ഊർമിള ഉണ്ണി നിർബന്ധിച്ചു, ദിലീപിനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു, മൈക്കിൽ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ഈശ്വരൻ, എനിക്ക് എന്താ തോന്നിയത് അങ്ങനെ ചോദിക്കാൻ. ഇത്രേ ചോദിച്ചുള്ളൂ. അത് ചോദിച്ചതാണ്. അല്ല, പക്ഷെ ചേച്ചി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ ഞാനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഒരു ബൈറ്റിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ബോൾഡായിട്ട് സംസാരിക്കുന്ന അല്ല, എല്ലാം എന്നോട് ചോദിക്കാറുണ്ട് എല്ലാരും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്താണ് തിരിച്ചെടുക്കുന്നുണ്ടോ? നമ്മള് ഒരാളെ പുറത്താക്കിയതല്ലേ, അപ്പൊ നമ്മൾ തിരിച്ചെടുക്കാം, കേസൊക്കെ അല്ലേ, അപ്പൊ പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എടുത്തിട്ടില്ല ആളെ. അല്ല, കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ. കേസ് കഴിഞ്ഞാൽ ഒരു പക്ഷെ വീണ്ടും അങ്ങനെ ഒരു ആവശ്യം വരുമോ? എന്താ തിരിച്ചെടുക്കുന്നു അറിയില്ല. അത് അമ്മയിൽ എല്ലാരും കൂടെ തീരുമാനിക്കുന്ന കാര്യമില്ല, എനിക്കറിയില്ല. ഇല്ല, ഒരു പക്ഷെ തിരിച്ചു വരാൻ സംഘടനയല്ലേ തീരുമാനിക്കുമായിരിക്കും. ഇപ്പോഴും അമ്മയെ സംഘടനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആക്റ്റീവാണ്. നമ്മളും പരിചയപ്പെട്ടതും സംഘടന ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയാണ് സംഘടനയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളാണ്? എന്തൊക്കെ ആയാലും നമ്മളൊരു കുറേ വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ്, നന്നായി പോകുന്നുണ്ട്. അതില് എല്ലാവരും നല്ല യോജിപ്പോടു കൂടി പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കിയുള്ളവരിരുന്ന് കൊനിഷ്ഠ ഉണ്ടാക്കണത് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും നല്ല യോജിപ്പിലുമാണ്. ഞങ്ങളെല്ലാവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വർഷവും ജൂൺ അവസാനം ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ദിവസം മുമ്പേ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കും, കാണണ്ടേ, സാരിയാണോ കൊടുക്കുന്നത്, സൽവാറാണോ എന്നൊക്കെ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നതും അന്നത്തെ ദിവസം കാണുന്നതും ചിരിക്കുന്നതും വർത്താനം പറയുന്നതും പിന്നത്തെ വർഷമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ലൊരു രസമായിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്താരായിരിക്കും? അങ്ങനെ സിനിമയിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങളില്ല, എന്നാലും ഇവരൊക്കെ ഉണ്ട്. സീനത്തും അഭിയയും ഒക്കെ എല്ലാവരും നല്ല ഇതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.